ഈ ഇടയ്ക്ക് എൻ്റെ കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹയാൻകുട്ടനും കുട്ടികളൊക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ കല്യാണമൊക്കെയാണ്, പക്ഷേ ചൂടിനെല്ലാം കൂടെ ഒലിച്ച് വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം. പക്ഷേ ചെയ്യുന്ന മേക്കപ്പ് നമുക്ക് ഒലിച്ചിറങ്ങാനും പാടില്ല, ട്രാൻസ്ഫർ ആവാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കി മേക്കപ്പ് ട്രാൻസ്ഫർ ആയതേ ഇല്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഫേസസ് കാനഡയുടെ സ്ട്രോബ് മേക്കപ്പ് ഫിക്സറാണ്. ഇത് 12 hours ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഡ്യൂവി ഷിമ്മറി ഒരു ഗോൾഡ് ഗ്ലോയി ഫിനിഷ് തരും. ഹൈഡ്രേറ്റിംഗ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, വാട്ടർ പ്രൂഫ് ആണ്, സൂപ്പർ കംഫിയും കൂടിയാണ്. അടുത്തത് ഞാൻ ഹൈഡ്രാമേറ്റ് ഫൗണ്ടേഷൻ 3-in-1 അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഫൗണ്ടേഷൻ പ്ലസ് SPF 30 പ്ലസ് മോയ്സ്ചറൈസറും കൂടിയാണ്. ബിൽഡബിൾ കവറേജ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 24 hours ഹൈഡ്രേഷനും സൂപ്പർ കംഫിയും കൂടിയാണ് കേട്ടോ. നല്ലൊരു ഫുൾ കവറേജ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ. ഇത് നമ്മുടെ മേക്കപ്പ് ഫിക്സർ ഒന്നും കൂടെ ഇതേ ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്, ലോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് മേക്കപ്പിനെ. ഇതേ ഒന്നും തന്നെ ട്രാൻസ്ഫർ ആയില്ല. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇതിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പേർപ്പിളും അവൈലബിൾ ആണ്. അങ്ങനെ ഞാനും ഹയാൻകുട്ടിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ.